ഗോഡ്സ് പീസ് പ്രൊട്ടക്ട്സ് യുവർ മൈൻഡ് ഫ്രം ഫിയർ ആൻഡ് പാനിക്. ഭയങ്കരമായ സംഭ്രമവും ഭയമൊന്നും ഇല്ലാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സമാധാനം. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ചില സമയത്തൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കടകളിലൊക്കെ പോയി വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ശരിയല്ലായിരിക്കും. ചിലപ്പം അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മേടിച്ചാലും വീട്ടിൽ വരുമ്പോഴായിരിക്കും അത് മാച്ച് അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ചില സമയത്തൊക്കെ നമുക്കൊരു എക്സ്ചേഞ്ച് നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. അതായത് മേടിച്ച സാധനം തന്നെ തിരികെ കൊണ്ടുപോയിട്ട് വേറൊരു സാധനം നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരാറുണ്ട്. സാധാരണ ഇതിനെ കൈമാറ്റം അഥവാ എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. ഇതുപോലെ ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പാകമാകാത്തതും നിങ്ങൾക്ക് ഫിറ്റാകാത്തതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കാൻ ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. കർത്താവിൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കുക. കർത്താവേ, ഇതെനിക്ക് പാകമാകാത്ത കാര്യമാണ്, ഇതെനിക്ക് സെറ്റാകാത്ത കാര്യമാണ്, ഇത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഇത് നീ പരിഹരിക്കണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ പലപ്പോഴും കർത്താവ് അത് റിപ്പയർ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ പുതിയതുപോലെ അല്ലെങ്കിൽ പുതിയത് തന്നെയാക്കി അവൻ നമുക്കത് വേറൊന്നാക്കി കർത്താവ് നൽകും. ഇതുവരെ താറുമാറായി കിടക്കുന്ന ഒരു കുടുംബ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് ഈ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണിക്കാമെങ്കിൽ താറുമാറായി കിടക്കുന്ന കാര്യത്തെ ഒന്ന് റിപ്പയർ ചെയ്ത് അവിടെ ഇവിടേക്കൊന്ന് ശരിയാക്കി തരും എന്നല്ല കരുതേണ്ടത്, മറിച്ച് ഇതിനൊരു പുതിയ വീഞ്ഞു പോലെ ഒരു പുതിയ കാര്യമാക്കി കർത്താവ് അതിനെ തീർക്കാൻ സാധിക്കും. രുചിയുള്ള, മണമുള്ള അല്ലെങ്കിൽ വീര്യമുള്ള ആ കാനായിലെ കല്യാണ വീട്ടിലെ വീഞ്ഞ്, പുതിയ മേത്തരമായ വീഞ്ഞില്ലേ, അതുപോലെ കർത്താവിന് അതിനെ മാറ്റി നൽകാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി കർത്താവിന് ഇപ്പോൾ തന്നെ ക്ഷണിക്കുക, എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് കർത്താവിനോട് ആവശ്യപ്പെടുക. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസറിന് വേണ്ടി കൂടെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ഒരു കോ സ്പോൺസറാണുള്ളത്. മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മി സിസ്റ്ററാണ്. താങ്ക് യു. കർത്താവെ, മകൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം പാസ്സാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പണം തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ മകൾക്ക് വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വിഷയത്തിലെല്ലാം അങ്ങയുടെ അത്ഭുതകരമായ കരം കൂടെ ഉണ്ടാകട്ടെ. അങ്ങ് മാനിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. ഒരു യോഗ്യതയും എന്നിലില്ലാതെ ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ. ഒരു യോഗ്യതയും എന്നിലില്ലാതെ ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ. കൃപയാ എന്നെ കരുതിയവൻ സ്നേഹമേ, ദയയാ നിത്യദയയാ എന്നെ നടത്തിയ കാരുണ്യമേ. കൃപയാ ദൈവ
ഇത്രമേൽ എന്നെ കരുതാൻ, ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ, ഇത്രമേൽ എന്നെ കരുതാൻ. ഒരു യോഗ്യതയും എന്നിലില്ലാതെ, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ. ഒരു യോഗ്യതയും എന്നിലില്ലാതെ, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ. കൃപയാ കൃപയാ എന്നെ കരുതിയവൻ സ്നേഹമേ. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 27 ഫ്രൈഡേ. ഫോക്കസ് വേർഡ് പീസ് ആൻഡ് റെസ്റ്റ്. വാവ്, ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം സമാധാനവും വിശ്രമവും. ഹല്ലേലൂയ. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും, എല്ലാ ദിവസവും ഞാൻ പറയണമെന്നില്ല, കമൻറ്റ് സെക്ഷനിൽ വേണം ഇതെല്ലാം ടൈപ്പ് ചെയ്യാൻ. അവിടെ തന്നിട്ടുള്ള ഫോക്കസ് വേഴ്സ് എപ്പോഴും നമ്മൾ പറയുന്ന വചനമാണ്, കം ടു മീ ഓൾ you who are weary and burdened, and I will give you rest. മാത്യു 11:28. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്ന ആ വചനമാണ്. ഒത്തിരി പള്ളി മതിലുകളിൽ, സ്കൂളുകളിൽ, കന്യാസ്ത്രീ മതങ്ങളുടെ മതിലുകളിൽ സ്റ്റിക്കറുകളായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള, ഒത്തിരി പേർക്ക് അറിയാവുന്ന മാനവജാതിക്ക് ആശ്വാസം നൽകുന്ന ഒരു ഓഫറാണ്. അധ്വാനിക്കുന്നവരും ഭാരം നിൽക്കുന്നവരും എൻ്റെ അടുക്കൽ പോകാൻ, ഞാൻ ആശ്വാസം തരാം. ഇന്ന് നമ്മളിത് തയ്യാറാകണം. ഡെക്ലറേഷൻ, ഐ എൻ്റർ ദ റെസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ടുഡേ. ക്രിസ്തുവിൻ്റെ വിശ്രമത്തിലേക്ക് ഞാനിന്ന് പ്രവേശിക്കുന്നു. മൈ സോൾ ഈസ് കാം. എൻ്റെ ആത്മാവ് ഇന്ന് ശാന്തമായിരിക്കുന്നു. ആൻഡ് മൈ ഹാർട്ട് ഈസ് സെക്യൂർ ഇൻ ഹിം. അവനിൽ എൻ്റെ ഹൃദയം സുരക്ഷിതമായിരിക്കും. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് 27-ാം തീയതിയിലേത് വായിക്കുക, ടിക്ക് ചെയ്യുക. പീസ് ആൻഡ് റെസ്റ്റ്, സമാധാനവും വിശ്രമവും. ട്രൂ റെസ്റ്റ് ഈസ് ഫൗണ്ട് ഇൻ എ പേഴ്സൺ. ഒന്നാമത് എഴുതുക, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടണം, എഴുതണം, വായിക്കണം, പറയണം. ട്രൂ റെസ്റ്റ് ഈസ് ഫൗണ്ട് ഇൻ എ പേഴ്സൺ. യഥാർത്ഥ വിശ്രമം ഒരു വ്യക്തിയിലാണ് കണ്ടെത്തുന്നത്. വിശ്രമം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു കട്ടിൽ കിടക്കുന്നതല്ല. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിലാണ് റെസ്റ്റ് ഇരിക്കുന്നത്. അതാരാണ്? ജീസസ് ഡിഡ് നോട്ട് സേ കം ടു എ മെത്തേഡ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മെത്തേഡിലേക്ക് പോവാ എന്നല്ല കർത്താവ്. കം ടു മീ, എൻ്റെ അടുക്കിലേക്ക് പോവാ. ഇറ്റ്സ് എ പേഴ്സണൽ ഇൻവിറ്റേഷൻ ആൻഡ് വി ഹാവ് ടു ഗോ ടു ഹിം ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ ടു റിസീവ് റെസ്റ്റ്. അല്ലേ, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടത് ആ റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. റെസ്റ്റ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് വർക്ക്. ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യട്ടെ, ഇത് രാവിലെ മുതൽ പണിയെടുക്കുക, ഇത്തിരി നേരം ഒന്ന് കാല് നിവർത്തട്ടെ, നമ്മളൊക്കെ പറയുന്ന കാര്യം. ഭയങ്കരമായിട്ട് ടയർഡാകുമ്പോൾ ഇനി ഇത്തിരി നേരം എൻ്റെ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടൊന്ന് ഇരിക്കട്ടെ, എൻ്റെ കാലൊന്ന് ആരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് തരാം. റെസ്റ്റ്. ആ റെസ്റ്റിനെ കുറിച്ചല്ല ഈ പറയുന്നത്, ശരീരത്തിൻ്റെ വിശ്രമത്തെക്കുറിച്ചും അല്ല. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ വിശ്രമം ഏതാണെന്നറിയാമോ? ദൈവ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം നമ്മിലേക്ക് വന്നിറങ്ങുമ്പോൾ വാ, അതിനകത്തുള്ള സ്വസ്ഥത എത്ര വലുതാ. പീസ് ഇസ് നോട്ട് ദ റിമൂവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒക്കെ മാറുന്നതല്ല സമാധാനം എന്ന് പറയുന്നത്. ചിലർ ചിന്തിക്കുന്നത് അടുത്ത മാർച്ച് ഏപ്രിൽ മെയ് എന്ത് മിഡ് സമ്മർ വെക്കേഷൻ വരുന്നുണ്ട്, ആ സമയത്ത് ഫാമിലിയായിട്ടുള്ളൊരു 10 ദിവസം വെക്കേഷൻ എടുത്ത് പോകണം. ഇപ്പോഴത്തെ ഹെക്ടിക് സ്കെഡ്യൂളിൽ നിന്ന് രക്ഷപ്പെടാം. ഇപ്പം നമുക്ക് വർഷത്തിലൊരിക്കൽ ഫാമിലി വെക്കേഷന് പോകുമ്പോൾ കിട്ടുന്ന റെസ്റ്റ്, അല്ലെങ്കിൽ വേറെ ജോലിയൊന്നുമില്ല, ആ സമയത്ത് ടാർഗറ്റ് ഇല്ല, ഗോൾസ് ഇല്ല,
അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ആകപ്പാടേ നമുക്കൊരു അതുവരെ ജോബ് പ്രഷർ, വർക്ക് പ്രഷർ, ഇങ്ങനെയല്ല നമ്മൾ കണക്കാക്കുക. അതിനെക്കുറിച്ചല്ല യേശു പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്തുദ്ദേശിച്ചത് ചുമട്ട് തൊഴിലാളികളെ അല്ല, ഏതെങ്കിലും യാർഡിലോ ലേബർ കോളനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡിങ് അൺലോഡിങ് ജോലി ചെയ്യുന്നവരെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ഹെവിനെസ്, ബേർഡൻസ് ഓഫ് ലൈഫ്, ഒരു ചാക്കരി തലയിലെടുത്ത് വെക്കുന്ന ഭാരമല്ല പറയുന്നത്, ഇഷ്ടികൾ ചുമക്കുന്ന ഭാരമല്ല പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ റെസ്റ്റ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് വർക്ക് അല്ല. ജോലി കഴിഞ്ഞ് വൈകിട്ട് 5 മണി വരെ ജോലി, അല്ലെങ്കിൽ ഓവർ ടൈം കൂടി ഉണ്ട് 8:30 മണിക്ക് ശേഷം, അതല്ല റെസ്റ്റ്. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ പറഞ്ഞു, പീസ് ഈസ് നോട്ട് ദ റിമൂവൽ ഓഫ് റെസ്പോൺസ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ കിട്ടുന്ന സ്വസ്ഥത, അതല്ല യേശു ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ആൻസൈറ്റി. നമ്മുടെ അകത്ത് നിന്നും ആകാംക്ഷ എടുത്ത് മാറ്റുന്നതാണ്. അതിഭയങ്കരമായി ജോലി ചെയ്യുമ്പോഴും, കേൾക്കുന്നുണ്ടോ, വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ജോലി ഭൂമിയിൽ ചെയ്യുമ്പോഴും സ്വസ്ഥമായിരിക്കാനും വിശ്രമിക്കാനും കഴിയും. എങ്ങനെ? അകത്തൊരു സ്വസ്ഥത. എൻ്റെ കർത്താവെല്ലാം നോക്കിക്കോളും. ഹലോ, ഹീസ് മൈ കെയർ ടേക്കർ, ഐ ക്യാൻ റെസ്റ്റ് ഇൻ ഹിം. അതികഠിനമായ ജോലിയുടെ നടുവിൽ ഇന്നർ റെസ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നു. ജോൺ 14:27, യോഹന്നാൻ 14:27, പീസ് ഐ ലീവ് വിത്ത് യു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. മൈ പീസ് ഐ ഗിവ് യു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഐസയ 26:3, ഏശയ്യാവിൻ്റെ 26:3, യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് ഹൂസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ്. അവനിൽ മനസ്സുറച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സ്ഥിരമാനസനായിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരവൻ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. മനസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. Psalm 62:1, truly my soul finds rest in God. സത്യമായും എൻ്റെ ഉള്ളം നിന്നിൽ വിശ്രമിക്കുന്നു. വാ, ആർക്ക് വേണം? ഒരുപക്ഷം ജീവിതകാലം മുഴുവൻ പല നിലകളിലുള്ള ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളൊക്കെ നമുക്കുണ്ടാവും. ബാച്ചിലേഴ്സായിരുന്നു, അതിനുശേഷം കല്യാണം കഴിച്ച ശേഷം വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ 1ാമത്തെ കുഞ്ഞ്, 2ാമത്തെ കുഞ്ഞ്, 3ാമത്തെ കുഞ്ഞ്, 4ാമത്തെ കുഞ്ഞിലൊക്കെ കൂടുതലുണ്ടാവും. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവരൊരു വിധമൊക്കെ പഠിപ്പിച്ച് റെഡിയാക്കി ഓരോരുത്തരെ സെറ്റിൽ ചെയ്യിപ്പിച്ച് അവരുടെ കല്യാണം കഴിഞ്ഞാൽ കൊച്ചുമുട്ട പോകുന്നു. അതെല്ലാം ആഡഡ് റെസ്പോൺസിബിലിറ്റീസായി മാറും. അതാണ് നമ്മുടെ സിസ്റ്റം, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൻ്റെ സിസ്റ്റം, മലയാളി ഇന്ത്യൻ കൾച്ചറിൻ്റെ സിസ്റ്റം. ഓക്കെ, അങ്ങനെയുള്ള ഒത്തിരി ഉത്തരവാദിത്തം, ഇത് മരണം വരെ കാണുന്നു. അതിൽ നിന്നും ഒന്നും നമുക്ക് ഒളിച്ചോടാൻ സാധ്യം. ഇനി വിശ്രമ ജീവിതമാണ് എന്ന് വെച്ചാൽ പെൻഷൻ പറ്റി അതോടെ ജീവിതം തീർക്കും. ഇനി മീനിങ് ഒന്നുമില്ല. ഇങ്ങനെ സമയത്ത് എഴുന്നേൽക്കുക, ഇങ്ങനെ ജീവിക്കുക, ഒരു മീനിങ്ലെസ് ലൈഫ് എന്നതുപോലെ ആകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഒരു കുഞ്ഞ് ചിലപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് ബെഡിൽ കിടന്നുറങ്ങുമായിരിക്കും, പുറത്ത് ഭയങ്കര കൊടുങ്കാറ്റടിക്കുമായിരിക്കും. കുഞ്ഞിതൊന്നും അത് കാര്യമായി ഗവനിക്കുന്നില്ല, കാരണം കുഞ്ഞിൻ്റെ മമ്മി അടുത്തുണ്ട്. ആ മമ്മിയുടെ സാന്നിധ്യമാണ് കുഞ്ഞിനെ ഭയമില്ലാതാക്കി മാറ്റുന്നത്. ഇതുപോലെ ഏത് കൊടുങ്കാറ്റിന് നടുവിലും ഞാൻ ആരോടൊക്കെയോ ശക്തമായ പരിശുദ്ധാത്മ നിറവിൽ പറയാം, നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഫാമിലി പ്രോബ്ലം, നിങ്ങളിന്ന് അനുഭവിക്കുന്ന ബിസിനസ്സിലെ പ്രോബ്ലം, നിങ്ങളിന്ന് അനുഭവിക്കുന്ന സാമ്പത്തികത്തിലെ പ്രോബ്ലം, നിങ്ങളിന്ന് അനുഭവിക്കുന്ന പലവിധങ്ങളായ പ്രോബ്ലംസിന് നടുവിലും യേശു കൂടെ ഉണ്ട്. യേശു എന്നെ കൈവിടുകയില്ല, യേശു എന്നെ ഇട്ടിട്ട് പോവുകയില്ല, ഒറ്റക്ക് വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും വിശ്വസിക്കാമെങ്കിൽ ആ നിമിഷം സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. തത്വം ഇതാണ്, പ്രസൻസ് പ്രൊഡ്യൂസസ് പീസ്. ദൈവ സാന്നിധ്യമാണ് നമ്മൾ സമാധാനം ഉളവാക്കുന്നത്. നമ്പർ 2, റെസ്റ്റ് റിക്വയർസ് സറണ്ടർ. വിശ്രമം ഉണ്ടാകാൻ വിശ്രമത്തിന് ആവശ്യം വിധേയപ്പെടലാണ്. വിയറിനെസ് ഓഫ്റ്റൻ കംസ് ഫ്രം ക്യാരിയിങ് വാട്ട് വി വർ നെവർ മെന്റ് ടു ക്യാരി.
പലപ്പോഴും നമ്മൾ ക്ഷീണിച്ച് തളരാൻ കാര്യം നമ്മൾ ഒരിക്കലും ചുമക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചുമക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് പോവാ, ആ ഭാരം ഇങ്ങോട്ട് തരാൻ. ദൈവം ചുമക്കാമെന്ന് പറഞ്ഞ ഭാരം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാതെ നമ്മളായി തന്നെ ചുമക്കുമ്പോഴാണ് ഈ ഭാരം ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്. KSRTC ബസ്സിലേക്ക് ഒരു അമ്മാമ്മ കയറുകയാണ്. അമ്മാമ്മയുടെ തലയിൽ വലിയൊരു ബാഗ് ഇരിപ്പുണ്ട്. KSRTC ബസ്സിൽ കയറി ഇരിക്കുക, ഇങ്ങനെ പിടിച്ചേക്കുക. ടിക്കറ്റ് എടുത്തു, അവിടെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴും ബാഗ് തലയിൽ തന്നെ ഇരിക്കുക. അപ്പോൾ കണ്ടക്ടർ, അമ്മാമ്മ ആ ബാഗ് താഴെ ഇറക്കി. ഇല്ലില്ല, ഈ ബാഗ് ഞാൻ താഴെ ഇറക്കില്ല, എൻ്റെ ബാഗാണ്, ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ. അതുകൊണ്ട് ആ ബാഗും താങ്ങി പിടിച്ച് ഇറങ്ങേണ്ട സ്റ്റോപ്പ് വരെ അതുമായിട്ട് നടന്ന് അതുമായിട്ട് പോയി, അതും ചുമ്മിക്കൊണ്ടിറങ്ങി അതുമായിട്ട് പോകുന്നു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ആ ബസ്സിൽ കയറി, നമ്മൾ യേശുവിൽ കയറി. ഇനി യേശുവിൻ്റെ കയ്യിലോട്ട് ഇത് കൊടുക്കാം. യേശു ചുമന്നോളൂ, ഞാൻ നിന്നെ ചുമക്കാം, നിൻ്റെ ഭാരങ്ങളെയും ചുമക്കാം എന്നല്ലേ കർത്താവ് പറഞ്ഞത്. ഭാരങ്ങളെല്ലാം അവൻ്റെ മേൽ ഇടാനല്ലേ കർത്താവ് പറഞ്ഞത്. കർത്താവ് തന്നെ പറയുന്നത്, എൻ്റെ നുകമെടുക്കുക, നിൻ്റെ ഭാരം ഇങ്ങോട്ട് വരിക, എന്നിട്ട് എൻ്റെ ചുമടും എൻ്റെ ചുമടും എൻ്റെ നുകമെടുത്താൽ മതി. മത്തായി 11:29 മുതൽ 30 വരെ മുഴുവൻ നിങ്ങളിരുന്ന് വായിക്കണം. ടേക്ക് മൈ യോക്ക് upon you, for my yoke is easy. എൻ്റെ നുകം വളരെ എളുപ്പമുള്ളതാകുന്നു, മൃദുവാകും. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 verse number 7. 1 Petrus 5:17 പറയുന്നത്, cast all your anxiety on him. ചിന്താകുലങ്ങളെല്ലാം അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ചിന്താകുലങ്ങൾ എല്ലാവരും. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കാണിക്കും. പറഞ്ഞ്, എൻ്റെ ചിന്താകുലങ്ങളെല്ലാം യേശുവിൻ്റെ മേലിടുന്നു. ഒന്നുകൂടെ എല്ലാവരും, എൻ്റെ ചിന്താകുലങ്ങളെല്ലാം യേശുവിൻ്റെ മേൽ ഞാൻ ഇടുന്നു. അങ്ങനെ അങ്ങ് കൊടുത്തേക്കണം. Psalm 55 verse number 22. സങ്കീർത്തനങ്ങൾ 55:22 പറയുന്നത്, കാസ്റ്റ് യുവർ കെയർസ് ഓൺ ദി ലോർഡ് ആൻഡ് ഹി വിൽ സസ്റ്റെയിൻ യു. നിങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളു, അവൻ നിങ്ങളെ പുലർത്തും. വാ, റെസ്റ്റ് ബിഗിൻസ് വെയർ കൺട്രോൾ എൻഡ്സ്. നമ്മളായി തന്നെ എല്ലാം കൂടെ ചരട് പിടിച്ച് ഭാരം ചുമന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങ് ആ കൺട്രോളിങ്, നമ്മൾ തന്നെ എല്ലാം കൂടെ ഇങ്ങനെ കയറി പിടിക്കുന്ന പരിപാടി എന്നെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ റെസ്റ്റായി. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഈ ഒരാൾ കാർ ഓടിക്കുന്നു, നിങ്ങളൊരു കയറിക്കോളാൻ പറയും, നിങ്ങൾ ആ കാറിൽ ഇരുന്ന് ഉറങ്ങുമില്ലേ? ചിലർ വണ്ടിയിൽ കയറിയ അടുത്ത നിമിഷം തന്നെ ഇങ്ങനെ ഉറങ്ങും. ചിലർ ബാക്ക് സീറ്റിലോ ഫ്രണ്ട് സീറ്റിലോ എവിടെ ഇരുന്നാലും ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് പറ്റില്ല. ചിലർ ഡ്രൈവ് ചെയ്താൽ ഞാൻ കംഫർട്ടബിളാണ്. ഞാൻ ഓടിക്കുന്നില്ല, വേറെ ആൾ വണ്ടി ഓടിക്കുക. അപ്പോൾ ആൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എവിടെ ഇരുന്നാലും അങ്ങനെ ഞങ്ങൾ ഉറങ്ങിപ്പോവും. ചിലർ ഓടിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങില്ല, കാരണം ഭയങ്കരമായി ബ്രേക്ക് ഔട്ടുന്നു, പെട്ടെന്ന് വണ്ടി എടുക്കുന്നു, ഓവർടേക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഉറങ്ങില്ല. മുകളിൽ പിടിക്കുന്ന പിടിയിലൊക്കെ പിടിച്ച് സീറ്റ് ബെൽറ്റ് 1-2 ഒക്കെ പ്രാവശ്യം ചുറ്റി ഭയങ്കരമായി ഇങ്ങനെ പിടിച്ചിരിക്കും. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. നമ്മൾ കംഫർട്ടബിൾ അല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ യേശുവാണ്. ഹലോ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ യേശു കർത്താവ് കയറി കഴിഞ്ഞു. ഉറങ്ങിക്കോ, സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ, റെസ്റ്റ് ചെയ്തോളാൻ. കാരണം അവൻ കെയർഫുള്ളായി നമ്മളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. നോ ആക്സിഡൻറ്റ്സ്, നോ കാഷ്വാലിറ്റീസ്. നമ്പർ 3, പീസ് ഗാർഡ്സ് ദ ഹാർട്ട് ആൻഡ് മൈൻഡ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കാക്കുന്നത് സമാധാനമാണ്. ഭയങ്കര സംഭവമാണ്. ഞാൻ ചിലരോട് പറയാം, ഒരുപക്ഷെ നിങ്ങൾ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിലായിരിക്കാം, ചില മരുന്ന് കഴിക്കുന്നുണ്ട്. മാനസിക ബുദ്ധിമുട്ടുകൾക്ക്, മാനസിക രോഗങ്ങൾക്ക്, മെൻ്റൽ ഇൽനെസ്സിലൊക്കെ മരുന്ന് കഴിക്കുന്ന ആളായിരിക്കാം നിങ്ങൾ. ഞാൻ പറഞ്ഞ് വിശ്വസിക്കുക, പൂർണ്ണമായും നിങ്ങൾക്ക് ആ മരുന്നിൽ നിന്നും പുറത്തു വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും നിർത്തരുത്, പക്ഷേ അതിൽ നിന്നൊരു ഹീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പറ. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെ, The peace of God will guard your hearts and your minds. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും
മനസ്സുകളെയും അഥവാ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതായത് ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫ്രാജൈൽ ഇമോഷൻ. പെട്ടെന്ന് അപ്സെറ്റായി പോകുന്നൊരു വൈകാരികമായ ഒരു റെസ്റ്റ് അല്ല ദൈവം തരാമെന്ന് പറയും. ഇറ്റ് ഈസ് സ്പിരിച്വൽ സ്റ്റെബിലിറ്റി, ആത്മീയമായ ഒരു സ്ഥിരതയാണ്. കൊലോസിൻസ് 3:15 വായിച്ചു നോക്കി. കൊലോസ് ലേഖനം 3:15 ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം വാഴട്ടെ. ശരിക്കും അവിടെ വരേണ്ടത് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് അമ്പയർ എന്നാണ്. ക്രിക്കറ്റ് കളിയിലൊക്കെ അമ്പയറില്ലേ, ആ അമ്പയറിനെ പോലെ ആ കളി റെഗുലേറ്റ് ചെയ്യുന്ന അമ്പയറാണ്. അമ്പയർ പറയുന്ന പോലെ കളി മുന്നോട്ട് പോകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ അസ്വസ്ഥയും പ്രശ്നങ്ങളും എല്ലാം കൂടി വരുന്ന സമയത്ത് ഒരു അമ്പയർ എഴുന്നേൽക്കും. അതാരാണ്? ക്രിസ്തുവിൻ്റെ സമാധാനം. എഴുന്നേറ്റിട്ട് പറയും കാം 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 ഡൗൺ, കർത്താവ് സിംഹാസനത്തിലിരിപ്പുണ്ട്, നീ അവിടെ അടങ്ങിയിരിക്കെ, കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട്. ഈ അമ്പയർ പറയുന്നത് കേൾക്കാമെങ്കിൽ സ്വസ്ഥമായിട്ട് പോകാനാ, ഇല്ലെങ്കിൽ വീണ്ടും മെഡിക്കേഷനിലേക്ക് പോകേണ്ടി വരും. പീസ് ആക്ട്സ് ലൈക്ക് ഗോഡ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് യുവർ തോട്ട്സ്. നമ്മുടെ മനസ്സിൻ്റെ ചിന്താസരണിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് എല്ലാം ഗാർഡ് ചെയ്യുന്ന പാറാവുകാരനാണ് സമാധാനം. നിങ്ങളുടെ വീട്ടിലൊരു വാച്ച്മാൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ വാച്ച്മാൻ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അകത്ത് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ, വാച്ച്മാനോടെ നിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റം. ഇപ്പോൾ പല വീടുകളിലും വാച്ച്മാൻ അല്ല നിൽക്കുന്നത്, സെക്യൂരിറ്റി സിസ്റ്റമാണ്. ക്യാമറകൾ വെച്ചിട്ടുണ്ട്, ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും മതിലിയാടുകയോ എവിടെന്നെങ്കിലും ഇൻട്രൂഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ മൊബൈൽ അലാം, സെക്യൂരിറ്റി ഓഫീസിൽ അലാം, പെട്ടെന്ന് ചിലപ്പോൾ എത്തേണ്ടിടത്തെല്ലാം പെട്ടെന്ന് അലാം മുഴങ്ങും. ആവശ്യമില്ലാത്ത ആരോ കോമ്പൗണ്ടിനകത്ത് കയറി. ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. ഇതുപോലെ ഗോഡ്സ് പീസ് പ്രൊട്ടക്ട്സ് യുവർ മൈൻഡ് ഫ്രം ഫിയർ ആൻഡ് പാനിക്. ഭയങ്കരമായ സംഭ്രമവും ഭയമൊന്നും ഇല്ലാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സമാധാനമാണ്. നമ്പർ 4, റെസ്റ്റ് പ്രൊഡ്യൂസസ് സ്ട്രെങ്ത് ആൻഡ് ക്ലാരിറ്റി. ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സമാധാനത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ ഈ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്പിരിറ്റിൽ നിന്നും ഉള്ളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്ന ഒത്തിരി പേര് സമാധാന ജീവിതം ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല. അറ്റ് ദ ബാക്ക് ഓഫ് ദ മൈൻഡ് സംതിങ് ഈസ് പ്ലേയിങ്. കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളാകായ അയാൾ പറഞ്ഞ വാക്ക്, ഇവള് പറഞ്ഞ വാക്ക്, ബോസ് പറഞ്ഞത്, അത് ഇത് എല്ലാം ഹേർട്ട്സ്, മാവിയമ്മ പ്രശ്നം, ഇങ്ങനെയുള്ളതെല്ലാം കൂടെ അകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങി 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 സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേര് എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ അവരോട് പറയാം, റെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ സമാധാനത്തോടെ ഇരിക്കാൻ പഠിക്കുമ്പോൾ അതിൽ നിന്നും ഭയങ്കരമായ ശക്തിയും ഭയങ്കരമായ വ്യക്തതയും നമുക്ക് ലഭിക്കും. റെസ്റ്റ് ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ് ഈസ് റിന്യൂവൽ. നമ്മുടെ അകത്ത് ഈ വിശ്രമിക്കുക, ഉള്ളിലിങ്ങനെ അചഞ്ചലമായി ഇങ്ങനെ റെസ്റ്റോടുകൂടിയൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബലഹീനതയല്ല, അത് നമുക്ക് ഭയങ്കര ഒരു റീജുവനേഷൻ തന്നുകൊണ്ടിരിക്കും. ആൻഡ് ഈവൻ ഗോഡ് മോഡൽ റെസ്റ്റ് ഇൻ ക്രിയേഷൻ, നോട്ട് ഫ്രം എക്സോഷൻ ബട്ട് ഫ്രം കംപ്ലീഷൻ. കർത്താവ് സകലത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് 7-ാം ദിവസം അവൻ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി വിശ്രമിച്ചു. ക്ഷീണം കൊണ്ടല്ല, കർത്താവ് ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. എന്നാൽ ബട്ട് ഫ്രം കംപ്ലീഷൻ, അവൻ ചെയ്ത് പൂർത്തിയാക്കി. 7-ാം ദിവസം അവൻ വിശ്രമിച്ചു. ഇതുപോലെ തന്നെ ക്രൂശിൽ കർത്താവെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തീർത്തു. അതുകൊണ്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ്. അതിനുശേഷം വരുന്നത് റെസ്റ്റാണ്. സോ വി റെസ്റ്റ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. യേശു കർത്താവ് കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ പ്രവൃത്തിയിലാണ് നമ്മൾ വിശ്രമിക്കുന്നത്. എക്സഡസ് 33:14, പുറപ്പാട് പുസ്തകം 33:14, മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് വിശ്രമം നൽകും. കണ്ടോ, ദൈവ സാന്നിധ്യമാണ് നമുക്ക് വിശ്രമം കൊണ്ടുവരാൻ തരുന്നത്. ഹീബ്രൂസ് 4:9-10, എബ്രായ ലേഖനം 4:9-10 വായിക്കുമ്പോൾ, there remains then a Sabbath rest for the people of God. ദൈവജനത്തിന് ഒരു ശബത്ത് വിശ്രമം അവശേഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാണോ, നിൻ്റെ അവകാശമാണ് സാബത്ത്.
സ്വസ്ഥത. സാബത്ത് എന്ന് പറയുന്നത് ഇന്ന് യഹൂദന്മാർ ആചരിക്കുന്നത് പോലെ ആഴ്ചയിലൊരു ദിവസം, പ്രധാനമായും ശനിയാഴ്ച ദിവസം ആചരിക്കുന്ന ആ സ്വസ്ഥതയെക്കുറിച്ചല്ല പറയുന്നത്. ക്രിസ്തുവിനുള്ള നിരന്തരമായൊരു സ്വസ്ഥതയുണ്ട് നമുക്ക്. സാം 23 വേഴ്സ് നമ്പർ 2, 23-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വചനത്തിൽ, ഹി മേക്സ് മീ ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. വാവ്. അതിനുശേഷം പറയുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് അവൻ എന്നെ കൊണ്ടു. റെസ്റ്റ് റെസ്റ്റോഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് റിന്യൂസ് സ്ട്രെങ്ത്. ഇതിവിടെ കാണുന്നത് വിശ്രമം നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, ശരിയായ വീക്ഷണത്തെ തിരിച്ചു തരികയും മാത്രമല്ല നമ്മുടെ ശക്തിയെ പുതുക്കുകയും ചെയ്യും. ഈ ബൗ ആൻഡ് ആരോ, അമ്പും വില്ലും ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വില്ല് എപ്പോഴും ഇങ്ങനെ വലിച്ചു തന്നെ പിടിച്ചുകൊണ്ടിരുന്ന കുറേ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. എന്നാൽ വലിച്ചിട്ട് വിട്ടാലോ വീണ്ടും വലിക്കാനും വീണ്ടും വിടാനും അത് സാധിക്കും. ഇതുപോലെ തന്നെ ഭയങ്കരമായ ടെൻഷനും വലിവും ഒക്കെ വരുമ്പോൾ വിട്ടുക, റിലാക്സ്. അങ്ങനെ കഴിയുമ്പോൾ വീണ്ടും കൂടുതലായിട്ടുള്ള പവറാണ് അതിൽ നിന്ന് റീഗെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന എല്ലാവരോടും പറയാം, സ്ട്രെസ് അടിക്കുന്ന എല്ലാവരോടും പറയാം, വിട്ടുകള. അതുകൊണ്ട് ഒരു പുണ്യവുമില്ല. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ കിടന്ന് ഭയങ്കരമായി സ്ട്രൈവ് ചെയ്യുകയോ പാനിക് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ചുമക്കാൻ കഴിയുന്ന ആളുടെ കയ്യിലോട്ട് അതങ്ങ് കൊടുത്താൽ മാത്രം മതി. കർത്താവ് അതാ പറയുന്നത്, കം ടു മീ, എൻ്റെ അടുക്കിലേക്ക് വാ. ലീൻ ഓൺ ഹിം, അവനിൽ ചാരുക. ട്രസ്റ്റ് ഇൻ ഹിം, അവനിൽ വിശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എൻ്റർ ഹിസ് റെസ്റ്റ്, അവൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. വാവ്. റിസീവ് ഹിസ് പീസ്, അവൻ്റെ സ്വസ്ഥതയും സമാധാനവും സ്വീകരിക്കുക. വാക്ക് ഇൻ കാം അഷ്വറൻസ്. കർത്താവ് തന്നിട്ടുള്ളൊരു ഭയങ്കരമായൊരു അഷ്വറൻസ് ഉണ്ടല്ലോ, അതിൽ ജീവിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. കർത്താവ് നമുക്ക് നൽകുന്ന സമാധാനം എന്ന് പറയുന്നത്, വിശ്രമം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് വെരി ഡീപ്പ് ആൻഡ് സെക്യൂർ ആൻഡ് അൺഷേക്കബിൾ. എൻ്റെ കർത്താവ്, ഞാൻ സമാധാനം തരുന്നത് ഈ ലോകം തരുന്നത് പോലുള്ള സമാധാനമോ റെസ്റ്റോ അല്ല. ഞാൻ പറയട്ടെ, എല്ലാവരും ഇങ്ങോട്ട് കൈനീട്ടിപ്പിടി. കർത്താവേ, ഇവരിലേക്ക് ഞാൻ ആ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പകരുകയാണ്. ഹല്ലേലൂയ. ഹൃദയം സ്വസ്ഥമായിരിക്കട്ടെ, മനസ്സ് ശാന്തമായിരിക്കട്ടെ. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, നട്ടെല്ല് സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് പ്രയാസമുള്ളവർ ദയവായി നിങ്ങളുടെ ഈ 2 സൈഡിലും കൈവയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഡയാലിസിസ് പേഷ്യൻസ് പോലും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് സർക്കുലേഷന് പ്രശ്നമുള്ള ആരൊക്കെ കർത്താവ് സൗഖ്യമാക്കും. അപസ്മാര രോഗമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കും. ഓട്ടിസം ഡിസപ്പിയർ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ ഇൻ ജീസസ് നെയിം. ഈ ബേർത്തിലെ ഉള്ള ജന്മനായുള്ള വൈകല്യങ്ങളെ കർത്താവ് ചിലരെടുത്ത് മാറ്റുക. കർത്താവെ, നീ ഇതിനെ ജനങ്ങളെ തൊട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.